ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിക്കാരാണ്, നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പാട്ടുകാർ. സ്വാഗതം. അപ്പോൾ കരുനാഗപ്പള്ളിയുടെ പാട്ട് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ദേ വീണ്ടും ഒന്നുകൂടി കേൾക്കാൻ പോവുകയാണ്. ശരിക്കും ഈ കരുനാഗപ്പള്ളിയുടെ പാട്ടിന്റെ ഒരു ആശയം ആരിൽ നിന്നാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്? എല്ലാം കരുനാഗപ്പള്ളിയുടെ പാട്ട് നമുക്ക് നാടിനൊരു പാട്ട് വേണം എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ ആവശ്യമായിരുന്നു ആ സമയത്ത്. അതായത് 2018. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1-2 പേരെ കൊണ്ട് എഴുതിപ്പിച്ചൊക്കെ നോക്കി. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി വന്നില്ല. ഭംഗി വന്നില്ല എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഇതിനകത്ത് കാവ്യാത്മകമാവരുത്, കുറച്ച് ലൈറ്റ് ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലേ. അപ്പോൾ അങ്ങനെ 2018 ഇതിൻ്റെ വരികൾ റെഡിയാവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊല്ലത്തിനെ പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു കൊല്ലം വേണ്ട, നമ്മുടെ സ്വന്തം. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു കരുനാഗപ്പള്ളിയെ പറ്റി പാട്ട് ചെയ്താൽ റീച്ച് കുറവായിരിക്കും, കൊല്ലത്തെ പറ്റി ചെയ്താൽ പിന്നെ അത്രയും ആൾക്കാർ പിന്നെയും കാണുമല്ലോ. എന്നാലും നമ്മൾ വിചാരിച്ച് ഇത് മതി, കരുനാഗപ്പള്ളിയെ പറ്റി തന്നെ മതി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തായ വിഷ്ണു ശോഭനെ ഏൽപ്പിക്കുന്നത്. പുള്ളി അതിൻ്റെ 4 വരി എഴുതി തന്നപ്പോൾ തന്നെ രോമാഞ്ചം. അതായത് കരിനീല കണ്ണുള്ളവര, കരിമീനും ചേലുള്ളവര, കരമണ്ടും ചുറ്റുന്നവര, കരുനാഗപ്പള്ളിക്കാര. ഈ 4 വരി ആദ്യം പുള്ളി എഴുതിരുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെയാണ് അതിന് നമ്മൾ ട്യൂൺ ഇട്ടിട്ട് ബാക്കി എഴുതുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളിയിലെ സാംസ്കാരികവും അല്ലാതെ ഈ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി എഴുതണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ ലൈബ്രറിയെ പറ്റിയും കടലും കായലും ഫുഡും കള്ളും എല്ലാ കാര്യം കൂടെ ചേർത്താണ് അതിൻ്റെ വരികളെല്ലാം കൂടെ റെഡിയാവുന്നത്. അപ്പോൾ 2018 കമ്പോസിങ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെയും സമയമെടുത്തത് ഓരോ ഘട്ടമായിട്ട് വരാൻ. പിന്നെ നമ്മളതിൻ്റെ പ്രോഗ്രാമിങ് ചെയ്യുന്നു, പിന്നെ വീഡിയോ ചെയ്യാൻ, പിന്നെ നമ്മൾ വീഡിയോ സാധാരണ രീതി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. പിന്നീടാണ് വീഡിയോ ഒരു ബിഗ് സ്കെയിലിൽ നമുക്ക് വീഡിയോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇവർ പറയും. ശരിക്കും ഒരു സിനിമ എടുക്കുന്ന സമയം വേണ്ടി വന്നു ഈ ഒരു പാട്ട് തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് വരുന്നു. അതെ സിനിമ ആ സമയം കൊണ്ട് എടുത്ത് അതിനിടയിൽ ഒരു സിനിമ ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് ഇപ്പോൾ വീണ്ടും ഇത് സ്ക്രീനിലേക്ക് എത്താൻ. അതെ സമയം കാര്യമെന്ന് വെച്ചാൽ ഷൂട്ട് ആക്ച്വലി 3 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ പാട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാതെ ഇങ്ങനെ നീട്ടി വെച്ച് പോയി. വേറെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ദേവത്ത് തിരിച്ച് നാട്ടി വന്നപ്പോൾ വട്ടം പിടിച്ച് ഇനി ഇത് ഇറക്കാതെ പുറത്ത് വിടൂല എന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തി. ദാവീദിന് മുമ്പാണ് ശരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ, ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ദാവീദിന് ശേഷമാണ് ശരിക്കും ദാവീദിന് അപ്പുറവും ഇപ്പുറവും ഈ ഒരു പാട്ടുണ്ട്. അതെ അപ്പോൾ ഈ ദാവീദിന് ശേഷം വന്നപ്പോൾ ദാവീദിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് ദാവീദിന്റെ വിശേഷം 4ാമത്തെ വീക്കും കേരളത്തില് പടം ഓടിക്കൊണ്ടിരിക്കുന്നു, സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ട എല്ലാരും ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾ ചെയ്ത സിനിമ എല്ലാവരും കുറെ ആളുകളിലേക്ക് റീച്ചായി. ഒരുപാട് കണ്ടിട്ട് എല്ലാവരും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഭയങ്കര സന്തോഷം. ഇപ്പൊ വീണ്ടും ഈ പാട്ടും കൂടി വരുമ്പോ അതിലേറെ സന്തോഷം. അതെ പാട്ട് നമ്മുടെ നാട്ടില് ഇപ്പൊ ദാവീദ് ചെയ്യുമ്പോഴും നമ്മുടെ ക്രൂ മെമ്പേഴ്സിൽ ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഉള്ള എല്ലാവരിലും കൂടുതലും കരുനാഗപ്പള്ളിയിലുള്ളവരായിരുന്നു. അപ്പം നാടിന്റെ ഒരു പാട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സുഖം, കാരണം നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് നാടിനോടുള്ള. അതെ തീർച്ചയായിട്ടും. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി കാണുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ലോകത്ത് എവിടെ ചെന്നാലും ഒരു കരുനാഗപ്പള്ളിക്കാരൻ കാണും. അത് അങ്ങനെയാണിപ്പോ. ഉറപ്പായിട്ടും. അപ്പൊ കരുനാഗപ്പള്ളിക്ക് ഒരു പാട്ട്, ആ പാട്ടിന്റെ വരികളൊക്കെ അത്ര മനോഹരമാണ്. പാട്ട് പാടിയിരിക്കുന്നതും അതിനേക്കാൾ പാട്ട് പാടിയത് ലീഡ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്, റിജോ തന്നെയാണ്. അപ്പൊ റിജോ എൻ്റെ അടുത്ത് കരുനാഗപ്പള്ളിയുടെ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയോടൊരു ഭയങ്കര എന്താണ് നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിക്കാർക്ക് കൂടുതലാണ് ഒരു പക്ഷേ. ഏത് ലോകത്ത് എവിടെ ചെന്നാലും കരുനാഗപ്പള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം എന്നുള്ളൊരു തോന്നില്ല. അപ്പോൾ റിജോ അങ്ങനെ പറയുന്നു. അപ്പം ഞാനും എക്സൈറ്റഡ് അതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളതിന്റെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് റിജോ തന്നെയാണ്. അതിനകത്ത് ഞാൻ ബാക്കിംഗ് വോയിസുകൾ മാത്രമാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്രെഡിറ്റ്സും ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞത് സമയം ഇറങ്ങിയ സമയമേ എനിക്ക് ഇതിപ്പോ കറക്റ്റ് സമയമാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ആ അതായത് സിനിമ ചെയ്ത മേൽവിലാസം ഇല്ലല്ലോ ഇവർക്ക്. ഇന്നിത് ഇവർക്കുള്ളത് അത്രയും ഗംഭീര ഒരു സിനിമ, അത്രയും വലിയൊരു സിനിമ, അത്രയും പ്രൊഡക്ഷനുള്ളൊരു സിനിമ ചെയ്ത
മേലുല്ലാസമായിട്ടാണ് ഇന്ന് ഇവരിയ്ക്കുന്നത്. അപ്പൊ എനിക്ക് എടാ അതല്ല ക്വസ്റ്റ്യൻ. നീ ബാക്കി ആളുകളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെ നീ തന്നെ മൊത്തം ചെയ്ത എന്താന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനുള്ള ആൻസർ നീ പാടിക്കല് ചെയ്യേണ്ട കളിയാ. പറയട്ടെ സമയം കൊടുക്കും. അപ്പൊ പറയാന്ന് വെച്ചാല് നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരവ് ഇപ്പൊ പറഞ്ഞത് ലേറ്റ് ആയി പോയല്ലോ ആലോചിക്കായിരുന്നല്ലേ. ഇത് ലേറ്റ് അല്ല, ഇതാണ് കറക്റ്റ് സമയം. ഈ സമയം ഇറങ്ങിയോണ്ടാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അണിയറ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു മേലുല്ലാസം വന്നത്. പണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ കാല് പിടിച്ച് നടക്കുന്നു. അന്നങ്ങനല്ലല്ലോ. ഇന്ന് സിനിമ ചെയ്ത് അത് ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു സിനിമ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമാണ്. എത്ര വർഷത്തെ അധ്വാനമാണ് ഇവരുടെ. ഈ കഥയൊക്കെ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് ഇവരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം. അപ്പോൾ ഇപ്പം ഈ പറയുന്നത് ചിലപ്പോൾ ദേവദത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളിയും കറക്റ്റ് സമയത്ത് ഇവിടെ വന്നു. പബ്ലിസിറ്റി എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു പ്രൊഡ്യൂസറിനെ പുള്ളി തന്നെ കണ്ടുപിടിച്ച് അതുകൊണ്ട് ഈ ഇത്രയും വലിയ സ്കെയിലിൽ ഇറക്കാൻ പറ്റി. അപ്പോൾ ഇത് ഇവരിത്രയും ലേറ്റ് ആക്കുന്നത് പറഞ്ഞാൽ ഒരു രാത്രി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒരു വണ്ടി എടുത്ത് ഒരാളെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് അതിൻ്റെ പുറകെയായിട്ടിരുന്നിട്ട് നമ്മുടെ ടൈം ലാപ്സ് ഓണാക്കിയിട്ട് ഫോണിൽ എന്നിട്ട് ഞാൻ ലാലാജി മുതൽ അങ്ങ് നമ്മുടെ ഇവിടം വരെ മുസ്ലിം പള്ളി വരെ പോയിട്ട് വീണ്ടും തിരിച്ച്. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു 4 വരി ഞാൻ തന്നെ വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും ഇവർക്ക് ചൂടുണ്ടാവട്ടെന്ന് വിചാരിച്ചിട്ട് ദേഷ്യത്തിന് പുറത്ത് ചെയ്തതാണ്. ഇന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ടത്. അതുകൊണ്ട് പഴയ കരുനാഗപ്പള്ളി ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ആയി. അതെ. അതുകൊണ്ട് പഴയ കരുനാഗപ്പള്ളി നമ്മൾ മറ്റേ ഇത് ചെയ്ത് നോക്കിയല്ലേ, സ്ലോ മോഷനിൽ നോക്കി കഴിഞ്ഞാൽ പഴയ കരുനാഗപ്പള്ളി കാണാം. ശരിക്കും കുറച്ചും കൂടി ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ട് കുറച്ചും കൂടി ഭാഗങ്ങളൊക്കെ കിട്ടിയത്. കുറച്ചുകൂടെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഇറങ്ങിയാനെ. ഇതിപ്പോ ട്രെയിലർ അന്ന് ഇറക്കിയത് 4 വർഷം മുന്നേ. അന്ന് രാത്രി തന്നെ വിളിച്ച് ഞാൻ കരഞ്ഞു. അതെ അന്ന് രാത്രി തന്നെ ദീപ് വിളിച്ചിട്ട് പറയും എന്തൊരു പരിപാടി ചെയ്തത്, നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമല്ലോ. അപ്പൊ എനിക്ക് പറയാം എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ഇനിയിപ്പം നിങ്ങൾ ഇറക്കും എന്ന് എനിക്കറിയാം, കാരണം ട്രെയിലർ ഇറങ്ങിയല്ലോ ഇനിയിപ്പം. അപ്പൊ അന്ന് മുതൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ് പാട്ടിറങ്ങും. അപ്പൊ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൂണാണെങ്കിൽ 4 കൊല്ലം. നമ്മൾ അന്നും ഇതുപോലെ നമ്മുടെ FB പേജിലൂടെ ഈ ഒരു പാട്ട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതെ. അപ്പൊ എനിക്ക് റിമൈൻഡർ വന്നു കഴിഞ്ഞ ദിവസം 4 വർഷമായി എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവരെല്ലാം ക്ലാസ്മേറ്റ്സ് ആണ്, ഇവർ സ്കൂൾ മേറ്റ്സ് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിച്ച, അപ്പോൾ അതിന്റെ ഒരു വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടാനും ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾക്ക് അത്രയും ഫ്രീഡം ഉള്ള 3 പേരാണ്. അപ്പോൾ ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതലാണ്. അപ്പോൾ നാച്ചുറലി അതിന്റെ ഒരു ഔട്ട്കമ്മും ഉണ്ട്. ആ ഒരു വേവ് ലെങ്ത്തിന്റെ ഒരു ഒരുമിച്ച് വന്ന വേവ് ലെങ്ത്തിന്റെ ഒരു ഔട്ട്കമ്മുമായിട്ട് ഞാനത് കാണുന്നുള്ളൂ. എനിക്കൊന്ന് എഴുതിയതും വിഷ്ണുവും എനിക്ക് തോന്നുന്നു ഇവരുടെ ക്ലാസ്മേറ്റ് തന്നെയാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു പാട്ട് ഒരു ക്ലാസ്സിൽ പഠിച്ച, അത് സാധാരണ ഒരു ക്ലാസ്സിൽ പഠിച്ച അത് ചെറിയൊരു ഒരു എന്തായാലും തട്ടിക്കൂട്ട് പാട്ടല്ല, ഒരു ക്വാളിറ്റി ഒരു വർക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതിന് വേണ്ട ടാലൻസ് ആ ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, എഴുതിയ ആള് ആ ക്ലാസ്സിലായിരുന്നു, അതിന്റെ ഡയറക്ടർ അതിന്റെ ഇതായിരുന്നു, അതിന് സ്ക്രിപ്റ്റ് എഴുതിയത്, അതെല്ലാം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു കാര്യമല്ല. അതൊരു എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു നൊസ്റ്റാൾജി എന്നോ ഒക്കെ എനിക്ക് പറയാവുന്ന കാര്യമാണ്. ശരിക്കും ബിൻചേട്ടൻ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു തോന്നുന്നു. ക്ലാസ്സിൽ അങ്ങനെ ആൾക്കാരില്ലായിരുന്നു, പ്രതിഭകളില്ലായിരുന്നു. പുള്ളിയുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പുള്ളി വലിയ പാട്ടുകാരനായിരുന്നു. എന്നുവെച്ചാൽ സിനിമയിലൊക്കെ പാടുന്ന ആളായാനെ. അതാണ് പുള്ളി ആ ഒരു സങ്കടം പറഞ്ഞത്. പുള്ളി സിനിമ പാടി അല്ല ഞാൻ പറഞ്ഞത്, ഒരു സിനിമ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ എത്ര സിനിമ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയി കഴിയുമ്പോൾ എനിക്കിനി പാട്ടുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അവൻ നാട്ടിലൊരു പാട്ട് ചെയ്തിട്ട് പാടിച്ചില്ല. നമുക്കൊരു പ്രതീക്ഷയും വേണ്ട. അല്ല, ദാവീദിന് മുന്നേ ഇവര് കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം മ്യൂസിക് ഞാൻ വീട്ടിൽ ഇരുന്ന ചെയ്ത് കൊടുക്കാറില്ല. ദാവീദായ പക്ഷെ ഇവരെന്നെ കൈവിട്ട്. അത് അറിയാവുന്നവരെ വിളിച്ചതാ, പരിപാടി അറിയാവുന്നവരാണ്. അപ്പൊ പറയാം അടുത്തൊരു പടം ഇവർ തന്നാൽ അതിൽ ബിൻചേട്ടൻ നമ്മളൊരു അടിപൊളി പാട്ട്. നമുക്ക് അടുത്ത പടം വേണ്ടുന്നുണ്ടോ? അല്ല പറയാലോ, ഫസ്റ്റ് പടത്തിൽ വകുപ്പൊന്നും ഇല്ലെന്നാണ് സാരം. ഈ ഒരു കണക്ഷൻ ഇങ്ങോട്ടെ ഉണ്ടാവും. അല്ല ഉണ്ടാവും. അപ്പൊ ഈ പറയാലോ, ഇപ്പൊ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാൻ എന്താ വെച്ചാല്, ഇതിനൊരു ഇപ്പോഴത്തെ ഒരു സൗണ്ടിങ്, സിനിമാറ്റിക് സൗണ്ടിങ് വരാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത പരിപാടിയൊന്നും നടക്കത്തില്ല. അതിന് ആ സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ നല്ലോണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറിയ കളിയാണ്, ലക്ഷങ്ങളുടെ കളി നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി അല്ലേ അത്. അതിനകത്ത് കയറി നമ്മൾ ഒരു ഇടങ്കൂലിട്ട് കഴിഞ്ഞാലേ ഒന്നും നടക്കുന്ന പരിപാടിയല്ല. അപ്പം അത് ആദ്യം അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരെ കൊണ്ട് തന്നെ വേണം
ചെയ്യിപ്പിക്കാന്ന്. ഇപ്പം ഞാൻ തന്നെയാണ് ഇവരുടെ പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ജസ്റ്റിൻ വർഗീസ് ചെയ്തതാണ് ഇപ്പം ദാവീദെ, ജസ്റ്റിൻ്റെ പേര് അല്ലെ അതുപോലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഞാൻ തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് എന്നിട്ട് ഞാൻ പറഞ്ഞത് അവരുടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാനൊരു അവസരം തന്നാൽ മതി എന്നുള്ള രീതിയിലേ പഠനം. അതുണ്ട്. എന്നിട്ട് തനിയെ പഠിക്കുക. ഇപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പഠനത്തിലോട്ട് പോയിരിക്കുകയാണ്. ഈ പഠനം വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ റിജോയുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ടാലന്റ് എൻ്റെ ഒരു ഇത് വെച്ചാൽ അതിനകത്ത് ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇപ്പൊ അഭിമാനിക്കാവുന്ന ഇതിവാണെങ്കിലും മുഖം എന്താണ്. ഈ റിജോ എന്ന് പറഞ്ഞ ടാലന്റിനെ നമുക്ക് ഒരുപക്ഷെ കരുനാഗപ്പള്ളിക്കാരോട് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഡോക്ടർ റിജോ എന്ന് പറഞ്ഞാൽ ചിലപ്പം അധികം പേർ അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഒരു 5 വർഷത്തിനടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന, കരുനാഗപ്പള്ളിക്ക് അഭിമാനിക്കാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറും. അന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിചയപ്പെട്ടിട്ട് 10 വർഷമായി. അന്നും ഈ 5 വർഷത്തിന് കണക്കാവും. അല്ല, ഇനിയാണ് 5 വർഷം. കൊറോണ വന്ന് 4 വർഷം പോയി. നമ്മള് കൂട്ടുന്നില്ല. മറ്റേത് 8th ഗ്രേഡ് ഉണ്ട്. പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് പുള്ളിക്ക്. 100 കണക്കിന് ലോകത്ത് മുഴുവൻ ക്ലാസ്, അതായത് പിയാനോയുടെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, ഗിറ്റാറിന് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിനിറ്റിയുടെ 8th ഗ്രേഡ് തിയറിയിൽ പാസ്സായ അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ. അത് വെറുതെ പഠിക്കുകയല്ല, അതെന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് 10 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനു മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്ന് ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്ന പക്ഷെ മ്യൂസിക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ളത്. ഞാൻ എന്റെ ട്യൂഷൻ സെന്ററിൽ എന്റെ ജൂനിയറായിട്ട് വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കും മുതൽ അന്ന് അവിടെ പരിപാടി ട്യൂഷൻ സെന്ററിൽ പരിപാടി ലീഡ് ചെയ്യുന്നത് ബിനിച്ചേട്ടനാണ്. നമ്മൾ 1 2 പാട്ട് പാടാൻ വേണ്ടി അവിടെ ചെല്ലുന്ന അന്ന് മുതലേ ഉള്ള പരിചയമാണ്. അന്ന് ഇതുപോലല്ല, നല്ല പഴുത്ത് ചുമന്നിരിക്കും. ഇപ്പോഴും പഴുത്തുപോയി. വല്ലാണ്ട് പഴുത്തുപോയി. പക്ഷെ ബിനിച്ചേട്ടൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സ്ഥാപിച്ചതാ, നമ്മുടെ തൊട്ട് സീനിയർ ആയിരുന്നത്. ഞാൻ തൊട്ട് സീനിയർ 20 വർഷം പുള്ളി കട്ട് ചെയ്ത് ഒപ്പം ചേരാൻ പറ്റാത്തതിലുള്ള വിഷമം ബിനിച്ചേട്ടന് നന്നായിട്ടുണ്ട്. അല്ല, ഇപ്പം നമ്മളെല്ലാവരും ഗ്രൂപ്പാണ്. അല്ല അങ്ങനെയല്ല, ഈ ക്ലാസ് പഠിക്കാൻ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ചേർന്നായിരുന്നു എനിക്ക് ചിലപ്പോ ഒരു സിനിമയിൽ പാടാനുള്ള ഇവര് തന്നേനെ. ഞങ്ങൾ ശ്രമിച്ചായിരുന്നു ബിനിച്ചേട്ടൻ തോറ്റു പഠിച്ചാൽ ബിനിച്ചേട്ടനെ ഒരു ലക്ഷണമൊത്ത സിംഗറാണ്. അതായത് നല്ലൊരു മെലഡി നല്ല ഭംഗിയായിട്ട് പാടുന്നേ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലെല്ലാം ഈ പറഞ്ഞ പോലെ സൗണ്ട് നോർമൽ സൗണ്ട് അല്ലല്ലോ, എല്ലാം ഒരുമാതിരി ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പൊ ആണുങ്ങൾ വളരെ ഹൈപ്പിച്ച് പാടുന്നു, പെണ്ണുങ്ങൾ വളരെ ലോപ്പിച്ച് പാടുന്നു. അങ്ങനെ കുറെ വെറൈറ്റീസ് വേരിയേഷൻസ് സൗണ്ടിൽ പരീക്ഷിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ആക്ച്വലി ബിനിച്ചേട്ടൻ്റെ സൗണ്ടിന് പറ്റുന്ന ഒരു പാട്ട് കിട്ടുന്നത് തന്നെ വല്ലപ്പോഴുമാണ്, വരുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. ഇപ്പം ദാവീദിൽ അങ്ങനെ ഒരു പാട്ടേ ഇല്ല. അതായത് എല്ലാം മാപ്പിള ടൈപ്പ് അല്ലെങ്കിൽ റാപ്പ് സ്റ്റൈൽ അങ്ങനത്തെ പാട്ടുകളാണ് വരുന്നത്. അപ്പം മെജോറിറ്റി സിനിമകളിലെല്ലാം ഇപ്പം വേണ്ടത് ഇപ്പം പറഞ്ഞ ഡപ്സിയുടെ പാട്ടുകൾ അല്ലെങ്കിൽ വേടൻ്റെ പാട്ടുകൾ അങ്ങനെയുള്ള വേരിയേഷൻസ് ആണല്ലോ ഇപ്പം എല്ലാവരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു ലക്ഷണമൊത്ത സിംഗർ ആയതുകൊണ്ട് ആ ലക്ഷണമൊത്തിരി പാട്ട് കിട്ടണം. പറഞ്ഞു അത്രയും എനിക്ക് ഇതിന് ജാമ്യ അടുത്ത പടത്തിൽ ലക്ഷണമൊത്ത പാട്ടില്ലായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും ഇത് ലക്ഷണമൊത്ത അല്ല. അത് ഉള്ള കാര്യം. ഇപ്പൊ ബിനിച്ചേട്ടൻ ഇപ്പൊ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ റേഡിയോയിൽ തന്നെ എത്രയോ പരിപാടികൾ പുള്ളി പാടിയേക്കും. റേഡിയോക്കാർക്ക് ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതമായ ശബ്ദമല്ലേ പുള്ളിയുടെ. ഇപ്പൊ പാടുമ്പോൾ തന്നെ നമുക്ക് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ശബ്ദത്തിന്റെ പ്രത്യേകത. നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞാലോ ചുമ്മാ വലിച്ചു കീറി അല്ലെങ്കിൽ അങ്ങനെ മാറ്റി പാടാൻ പറ്റുന്നൊരു ശബ്ദത്തിനേക്കാളും ആ പാട്ട് വൃത്തിയായിട്ട് പാടാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദമാണ് പുള്ളിയുടെ. അപ്പോൾ ഇതിന്റെ ഈ ഒരു പാട്ടിന്റെ വിഷ്വൽ കാര്യങ്ങളൊക്കെ വിഷ്വല് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായ ശ്രീരാജ് കുഞ്ഞുമോനാണ്. പിന്നെ ചെന്നൈയിൽ നിന്നുള്ള 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് ശ്രീലേഖയും കീക്കി എന്ന് പറയുന്ന 2 ചെന്നൈയിലുള്ള ആർട്ടിസ്റ്റുകളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവർ 3 പേരുമാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ശ്രീരാജ് ഞങ്ങളുടെ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് അതെ, ദാവീദ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, കാസ്റ്റിംഗ് അസോസിയേറ്റ് ആയിരുന്നു. ബഹുമുഖ പ്രതിഭയാണ്. നമ്മുടെ ഒപ്പം ഉണ്ട് ഇവിടെ. അതെ അതെ. ലൊക്കേഷൻ എവിടെയൊക്കെയായിരുന്നു നമ്മുടെ കരുനാഗപ്പള്ളിയില്? അതെ, കരുനാഗപ്പള്ളിയിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി അതിനൊരു വൈബ് എന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഒരു ക്യാരക്ടർ, അതായത് എന്തോ ജമ്മു കാശ്മീർ പോകണമെന്ന് ആഗ്രഹിക്കുന്നു,
കാശില്ലാത്തതുകൊണ്ട് തൊട്ട് താഴോട്ട് വരുന്നു, അവിടെയും അതും കാശില്ലാത്തതുകൊണ്ട് തൊട്ട് വീണ്ടും താഴേക്ക് വരുന്നു. അവസാനം അവരുടെ കയ്യിലുള്ളത് 1500 രൂപയാണ്. 1500 രൂപയ്ക്ക് ലോകത്ത് പോകാൻ പറ്റിയ ഒറ്റ സ്ഥലമേ ഉള്ളൂ. എല്ലാ എന്റർടൈൻമെന്റ് കിട്ടണം. അപ്പൊ അങ്ങനെ അവർ കരുനാഗപ്പള്ളി സെലക്ട് ചെയ്യുന്നു, അവിടേക്ക് വരുന്നു. അപ്പൊ അതിൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഷൂട്ട് ചെയ്യാൻ തന്നെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ തന്നെ കാരണം ശ്രീരാജിന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പുറത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട് ശ്രീരാജിന്. അപ്പോൾ അവരെല്ലാവരും ശ്രീരാജ് കേരളത്തിലേക്ക് വിളിക്കും. അപ്പോൾ അവരോട് ശ്രീരാജ് പറയുന്നൊരു ഡയലോഗുണ്ട്, അതാണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് ഹോംലി ഫുഡ്, ലവ്ലി മോം, ബ്യൂട്ടിഫുൾ സീനറി, ഇതാണ് കരുനാഗപ്പള്ളി, നിങ്ങൾ ധൈര്യമായിട്ട് വന്നു. അതായത് ഞാൻ ഒരുപാട് പുറത്തുള്ള ആളുകളെ പരിചയപ്പെടുന്നത് ശ്രീരാജിലൂടെയാണ്. അപ്പോൾ ശ്രീരാജ് പരിചയപ്പെട്ട് 3-ാമത്തെ ദിവസം ഇവരെല്ലാവരും അഴീക്കൽ വന്ന് നിൽക്കുമെന്നാണ് ഞങ്ങൾ പൊതുവെ പറയുന്നത്. അല്ല, ചെന്നൈയിൽ നിന്ന് ഒരു പറ്റ സുഹൃത്തുക്കൾ ശരിക്കും അഭിനയിക്കാൻ വന്നവരെല്ലാം ശ്രീരാജിക്കര ഹോംലി ഫുഡിനും ലവിങ് മോമിനും ബ്യൂട്ടിഫുൾ സീനറി കാണിക്കാൻ വിളിച്ചോണ്ട് വന്നെ. അപ്പൊ അവരൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്തത്. അറബിയും കൊണ്ടുവന്നു. അതെ അതെ, പെട്ടെന്ന് ഈ വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ടാ അറബി പെട്ടെന്ന് വരാജ്, ഇല്ലെങ്കിൽ അറബിയും വന്നുള്ളതാണ് അവസ്ഥ. ഓക്കെ. അപ്പോൾ ഈ കരുനാഗപ്പള്ളിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷമാണ്. ലോകത്ത് എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ കരുനാഗപ്പള്ളിയെ കുറിച്ച് പറയാൻ, പുറത്ത് എവിടെ പോയി പറയാനും നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ ഞങ്ങളുടെ സിനിമ കാണൽ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടേക്കുന്നത് TMB-യിലും കൃഷ്ണയിലും രംഗത്തിലും ഒക്കെ വന്ന് സിനിമകൾ കണ്ട ഞങ്ങളുടെ സിനിമാമൂഹിയെ മറ്റേ ബൂസ്റ്റ് വന്നേക്കുന്ന ഒരു സ്ഥലം കരുനാഗപ്പള്ളിയാണ്. ഞങ്ങൾ കരുനാഗപ്പള്ളി വന്നാണ് ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് ക്ലാസ് കട്ടി സ്ഥിരം വന്നോണ്ടിരുന്നത്. ഇവിടെ പഠിക്കാൻ നന്നായി. ഇവിടെ വരുമ്പോൾ ഉള്ള നമ്മുടെ ഇപ്പൊ എനിക്കാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഒരു 10-10:30 ആകുമ്പം പുറത്തിറങ്ങി ഒന്ന് ഇവിടുത്തെ ഒരു കാറ്റ് കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും ഞാൻ പുറത്തിറങ്ങും. തീരെ വയ്യാത്ത ദിവസങ്ങളിൽ മാത്രം അല്ല, അന്നും പുറത്തിറങ്ങും. അതെ അതെ അതെ. പിന്നെ ഇവിടെ വന്നൊരു മിന്റ് കട്ടൻ കുടിക്കും, കുറച്ചു നേരം അവിടെ നിൽക്കും. ആ പൂങ്കാവനത്തിനപ്പുറത്ത് അവിടെ കുറേ നിൽക്കും. അപ്പോൾ അത് നിൽക്കുന്നത് വലിയ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ പറയാൻ കാരണം, ഞാനിപ്പം എറണാകുളത്ത് കോഴ്സിന് നിൽക്കുമ്പം അവിടെ നമുക്ക് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരല്ല, അതെല്ലാം വേറെ ആൾക്കാരാണ്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ പോയിട്ടാണ് അറിയാം ഒരു ചായ കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും നമ്മൾ ചെല്ലുന്ന സമയത്ത് ചീനി അതെ പഞ്ചസാര വേണമെന്നൊക്കെ അവർ ചോദിക്കുന്നതാണ്. അപ്പം നമ്മളവരുടെ അടുത്ത് ബായ്, അപ്പം ഈ ബായിമാരുടെ അടുത്ത് നമ്മളിത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാർ തന്നെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അത് പക്ഷേ ഭയങ്കര വ്യത്യാസമാണ്. അത് ഇപ്പം മിഞ്ചേട്ടൻ്റെ കാര്യമായിരിക്കും, എത്രയോ സ്ഥലങ്ങളിൽ പുള്ളി പോകുന്നുണ്ടല്ലോണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ നാട്ടുകാർ ഇവിടെ കാണാൻ പറ്റുന്നു. ഇപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ പരിചയക്കാരെങ്കിലും വരുന്നു, അവരോട് കുറച്ച് നേരം സംസാരിക്കുന്നു എന്നല്ലേ. അപ്പോൾ അത് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്, നാളത്തെ കാര്യം അറിയത്തില്ല. ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെ കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ ഭയങ്കരമാണ്. അപ്പം പാട്ടും ഈ പറയുന്ന പോലെ ആ ഒരു നൊസ്റ്റാൾജിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ. കരുനാഗപ്പള്ളി മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. എൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ കണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കരുനാഗപ്പള്ളി ഒരു ചെറിയ ടൗണാണ്, വളരെ ചെറിയ ടൗണാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം എന്താ പറയുക, നമ്മൾ ചന്തയ്ക്ക് വഴി ബസ്സിൽ ശാസ്താംകോട്ട കോളേജിൽ ചന്ത വഴി പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ബ്ലോക്ക് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കരുനാഗപ്പള്ളി ടൗണായി. അതായത് റോഡൊക്കെ ബ്ലോക്ക് ആവുന്നു. അങ്ങനെ ബ്ലോക്ക് ആവുന്ന ഒരു കാലഘട്ടമല്ല അന്നൊന്നും. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് റോഡ് ബ്ലോക്കാണ് കരുനാഗപ്പള്ളി ടൗണാണ്. ഇപ്പോഴാണ് ഇത് എങ്ങനെയെങ്കിലും അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അത് എല്ലാവർക്കും അറിയാവുന്നത്. ഞങ്ങൾക്ക് കുറേ ഹബ്ബുകളുണ്ട്. അത് എൻ്റെ സീനിയേഴ്സും എൻ്റെ ജൂനിയേഴ്സും എല്ലാം ആ ഹബ്ബുകളിൽ കൂടെ പാസ് ചെയ്താണ്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം വൈകുന്നേരങ്ങളിലെല്ലാം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നമ്മളത് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോടാണ്. അന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. പാട്ടുകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഒക്കെ അന്ന് സംസാരം നടന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പത്തെ തലമുറ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട്. പക്ഷെ ഞങ്ങളുടെ അവിടെ വന്ന് നിൽക്കുക, ഈ കാര്യങ്ങളൊക്കെ പറയുക, ഞങ്ങൾ വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്ക് പിരിയുക. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജോലിക്ക് ഇടയ്ക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഓടി വന്നിട്ട് എനിക്ക് ആ കൂടെ കിട്ടുന്ന 4 മണിക്കൂറായിരിക്കും. ഉറങ്ങാതെ വന്ന് ഞാൻ കരുനാഗപ്പള്ളി വന്ന് ബസ് സ്റ്റാൻഡിലോട്ട് എൻ്റെ കാല് കുത്തുമ്പോൾ എനിക്ക് എന്തോ ഒരു ശ്വാസം കിട്ടിയ പോലെയാണ്. അത് ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, നിങ്ങൾക്കത് എന്തുമാത്രം ആ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരാളാണ്.
അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നവർ ഒത്തിരിയും പേരുണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മാത്രമല്ല, കരുനാഗപ്പള്ളിയെ സ്നേഹിക്കുന്ന കുറേ ഏറെ ആൾക്കാരുണ്ടെന്ന് നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഞങ്ങളുടെ തലമുറ കരുനാഗപ്പള്ളിയുടെ വളർച്ച കണ്ടതാ, വലിയൊരു വളർച്ച കണ്ട ഒരു തലമുറ. ഒരുപക്ഷെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി കഴിഞ്ഞിട്ട് കണ്ടതാണ്. അപ്പൊ നമ്മൾ കുറേയേറെ വിശേഷങ്ങൾ കേട്ടു. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? പാട്ടിലേക്കൊന്ന് പോവാം. യെസ്, പാടാം. കരിനീല കണ്ണുള്ളോരാ, കരിമീനിൻ ചേലുള്ളോരാ, കരമുണ്ടും ചുറ്റുന്നോരാ, കരുനാഗ പള്ളിക്കാരാ. കണ്ണിൽ കളിയോളം നിറയും കണ്ണേറ്റി കായൽക്കരയിൽ, കാരിച്ചാൽ ചുണ്ടങ്ങൊപ്പം കൈത്താളം തുള്ളുന്നോരാ. അപ്പോൾ ഈ പാട്ട് പാടിയിരിക്കുന്നതും പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നതും റിജോ ചേട്ടനാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു ചേട്ടനാണ്. പാട്ട് പാടിയിരിക്കുന്നത് മറ്റൊരാള് നമ്മുടെ ബിനു ചേട്ടനാണ്. വിഷ്വൽ വിഷ്വൽ ഐഡിയ നമ്മുടെ ദീപു ചേട്ടനാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും നിങ്ങളെല്ലാം പ്രൊഫഷൻ മറ്റൊന്നാണ് അല്ലെ? എല്ലാവരുടെയും പാട്ടല്ല, ആയിരുന്നു എന്നാ പറയേണ്ടത്. അതെ അതെ അതെ, എല്ലാവരുടെയും പ്രൊഫഷൻ. ശരിക്കും ബിനിച്ചേട്ടന്റെ പ്രൊഫഷൻ എന്തായിരുന്നു ജോലി? ഞാൻ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എയർലൈനിൽ ക്യാബിൻ ക്രൂ ആയിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എയർ ഹോസ്റ്റസ് എന്ന ജോലി, അതിന്റെ മെയിൽ വെർഷൻ ക്യാബിൻ ക്രൂ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും കരുനാഗപ്പള്ളിക്കാരനായി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാബിൻ ക്രൂ ആയിട്ട് ഞാനൊരു 12 yearsോളം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നെ ഇവിടുന്ന് മാറ്റി കുവൈറ്റിലോട്ട് പോവുക എന്നുള്ള, ഞാൻ കുവൈറ്റ് എയർവേസ് എന്ന കമ്പനിയിലായിരുന്നു നോക്കിയത്. അപ്പോൾ കുവൈറ്റിലോട്ട് പോകണം, എൻ്റെ പറിച്ചു നടൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മ്യൂസിക് കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളി വിടാനുള്ള ശ്വാസം മുട്ടൽ കൊണ്ടും ഞാനത് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ നിൽക്കുകയായിരുന്നു. അത്രയും വലിയ ജോലി പുള്ളി റിസൈൻ ചെയ്തു. അതെ, മ്യൂസിക്കിന് വേണ്ടി എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോലി, അങ്ങനെയൊക്കെ സമ്മതിക്കണം. ഓക്കെ, റിജോ ചേട്ടൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. അതെ അതെ, ഞാൻ 2014 പാസ് ഔട്ടായി. 2017 വരെ വർക്ക് ചെയ്തു. 17 ഭയങ്കര പ്രശ്നം വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ മ്യൂസിക് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സ്കൂൾ സ്റ്റാർട്ട്, ഇപ്പോഴും സ്കൂളുണ്ട്, സ്കൂള് അന്നേരം സ്റ്റാർട്ട് ചെയ്യാണ്. 2017 ശ്രീരാഗിൽ ഒരു മുറിയിൽ ഒരു റൂമിൽ നമ്മൾ റെന്റിനെടുത്ത്, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ഓൺലൈനാണ് ക്ലാസ് എല്ലാം വരുന്നത്, അന്ന് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ കമ്പോസിങ്, പ്രോഗ്രാമിങ്, ലൈവ് പരിപാടികളെല്ലാം. അപ്പോൾ അന്ന് ഏതോ വലിയ ദൈവകൃപയാൽ നമുക്ക് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റി. നമുക്ക് എന്ന് വെച്ചാൽ മറ്റേത് മോശമെന്നുള്ളതല്ല, എനിക്കിഷ്ടം ഇതായതുകൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റി. ഇന്നും നമുക്കിതിനെപ്പറ്റി സംസാരിക്കാനും പാട്ട് പാടാനും ഒക്കെ ദൈവം വലിയ അനുഗ്രഹം തരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് പറഞ്ഞാലോ, അപ്പോൾ ഇന്ന് വരെയും നമുക്ക് ചെയ്യാൻ പറ്റി, വലിയ കാര്യമാണത്. ഇഷ്ടമുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന 4 പേരാണ് ഞങ്ങൾ. അതായത് ഞങ്ങളുടെ 4 പേരുടെയും പ്രൊഫഷൻ വേറെ ആയിരുന്നു. അതെ അതെ. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കുകയാണ്, പാട്ടിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ. ഗോവിന്ദേട്ടൻ എന്തായിരുന്നു പ്രൊഫഷൻ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എംടെക് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റ അനലിസ്റ്റ് ആയിരുന്നു IT ഫേംസിൽ. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് തീവണ്ടി എന്ന് പറഞ്ഞ ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. എന്നിട്ട് കൽക്കിയിൽ അസോസിയേറ്റ് ആയി. പിന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് അഡ്വർടൈസ്മെന്റ്സ് ചെയ്തു. എന്നിട്ട് എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഓരോ വർക്ക്സ് എടുത്ത് ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാട്ട് റിജോ കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് സാധനം ചെയ്ത് പഠിക്കുന്നത് എന്റെ പാട്ടിലാണ്. വേറെ പാട്ട്. അത് ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഞാൻ 2 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ റിജോയുടെ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് പാട്ടായിരുന്നു? ഒരു രാത്രി കൂടി. പിന്നെ ബിനുചേട്ടന്റെ ചെയ്തിട്ടുണ്ട് 2 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സുഹാനി രാത് ഖൽ ചുക്കി എന്നുള്ളൊരു പാട്ടും പിന്നെ ശ്രീവത്സൻ മേനോൻ സാറിന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഭയങ്കര മെലോഡീസ് ആയിട്ടൊരു പാട്ടാണ്. വളരെ വളരെ നല്ലൊരു, അന്ന് അതുപോലെ ആ പാട്ട് ഹിറ്റായിരുന്നെങ്കിലും
കുറേ പേര് നമ്മളുടെ ആ പാട്ട് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ റിജോ വളരെ മനോഹരമായിട്ട് അത് റീക്രിയേറ്റ് ചെയ്തു. അപ്പം മ്യൂസിക് ഡയറക്ടർ തന്നെ നമുക്കൊരു അപ്രീസിയേഷൻ തന്നെ അദ്ദേഹം പറഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് ശ്രീവത്സൻ സാർ. അതൊരു വലിയ സന്തോഷമായിരുന്നു. അത് പ്രത്യേകിച്ച് ആ കൊറോണ സമയത്തായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ ഞാൻ ഇവരെയൊക്കെയാണ് എന്റെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് പഠിച്ചത്. പക്ഷെ അത് ഭയങ്കര ഗുണമുണ്ടായിരുന്നു. കാരണം നമുക്കൊരു വലിയ സ്റ്റേജ് കിട്ടിയപ്പോൾ അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് ചെറിയ വർക്ക്സ് ആണല്ലോ ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, പഠിക്കുകയാണ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടാക്കിയ ഗുണവും ആ സിനിമ ചെയ്യുമ്പോൾ കിട്ടിയ ഗുണവും അത് അവിടെ നിന്നാണ്. ഞാൻ കുവൈറ്റിലൊരു കമ്പനിയിൽ ലോ വോൾട്ടേജ് സൂപ്പർവൈസർ ആയിരുന്നു. അപ്പം ഞാനും ഗോവിന്ദും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് തൊട്ടേ സിനിമ തന്നെയാണ് താല്പര്യം. ഞങ്ങൾ ഒരുമിച്ചാണ് തീവണ്ടിയിൽ അസിസ്റ്റ് ചെയ്യുന്നത്. ദാവീദിലേക്ക് വരുന്നതിന് മുമ്പ് കൽക്കിയിൽ അസിസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് 1-2 തിരക്കഥകൾ എഴുതിയിരുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. പിന്നെ സംഭവിച്ചത് ഞങ്ങളിങ്ങനെ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോൾ ഇങ്ങനെ ചെയ്സ് ചെയ്താൽ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് പക്ഷേ ദാവീദ് നടന്നപ്പം അതങ്ങോട്ട് ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് പക്ഷെ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് എത്ര വർഷത്തെ അധ്വാനമാണ്. ഞാൻ നോക്കുന്നത് എത്ര വർഷത്തെ എന്ന് വെച്ചാൽ നിർത്താത്ത പെർസീവറൻസ് ഉണ്ടല്ലോ. അത് ഇപ്പം ഇന്ന് ഒരാളെ കണ്ടു, ആൾക്ക് പറ്റിയില്ല, നാളെ വേറെ ആളെ കാണാൻ പോവാണ്, അതിൻ്റെ അടുത്ത ദിവസം വേറെ ആളെ കാണാൻ പോവാണ്. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. പ്രൊഡ്യൂസറിനെ കാണുന്നു, ആക്ടേഴ്സിനെ കാണുന്നു. ഇതൊന്ന് മെറ്റീരിയലൈസ് ചെയ്യാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് നിർത്താതെ ചെയ്തതാണ് ഇവരെ. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ പക്ഷെ ഇവരോട് ചോദിച്ചിട്ടില്ല. എനിക്കൊന്ന് ഞാൻ മാത്രം ചോദിക്കാതെ ഇനി വേറെ വല്ല പണിക്കുമ്പോ കൂടെ ബാക്കി എല്ലാരും ചോദിച്ചിട്ടുണ്ട്. അവരോട് തിരിച്ചു ചോദിക്കും. അതായത് ഞാൻ ചോദിക്കാൻ എന്താ അറിയോ, എന്തെങ്കിലും ഇവർക്ക് പടം കിട്ടി എനിക്ക് പാട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇവിടം വരെ വന്നാലും. അപ്പൊ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബിനുചേട്ടൻ നമ്മളെല്ലാവർക്കും വളരെ പരിചിതനായ ഒരാളാണ്. ബിനു സരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ music.com എന്ന പ്രോഗ്രാമിന്റെ ആ ഒരു മധുര ശബ്ദത്തിന്റെ ഉടമയാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ബിനുചേട്ടാ? നമ്മൾ എവിടെ ചെന്നാലും ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, music.com ചെയ്യാറുണ്ട്. ഞാൻ ചില ബുദ്ധിമുട്ട് സമയത്ത് നമ്മൾ റിപ്പീറ്റ് അല്ലെങ്കിൽ പഴയ നിങ്ങൾ എന്താ പുതിയ ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരാറുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി പേര് മനസ്സിലാക്കുന്നു നമ്മളെ music.com അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. എൻ്റെ റേഡിയോ ആയിട്ടുള്ള ബന്ധങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരുപക്ഷെ തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും റിജോ ചേട്ടനും അതുപോലെ ഒരു ബന്ധമുണ്ട്. കാരണം ഓരോ മണിക്കൂറും നമ്മുടെ ശ്രോതാക്കൾ ആ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ടൈറ്റിൽ സോങ് പാടിയത് റിജോ ചേട്ടനാണ്. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ തന്നെ കാറിലിടുമ്പോൾ ഇത് ഞാൻ പാടിയതാന്ന് പറയും. ഓ അത് ശരി എന്ന് പറയട്ടെ. അപ്പം നമുക്ക് ഒരു ഭയങ്കര അഭിമാനമാണ്. ഇത്രയും വർഷമായിട്ട് അത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം. ഈ പാട്ടിറങ്ങുന്ന ഈ കാലഘട്ടത്തിലെ ഒരു പ്ലസ് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഭയങ്കരമായിട്ടൊരു സ്പേസ് ആയി തുടങ്ങി. കാരണം നമുക്കിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, ഇപ്പം നമുക്കൊരു സിനിമയോ അതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ ഒരു മ്യൂസീഷ്യന്, ഒരു സിംഗറിനും, ഒരു ലിറിക്സിസ്റ്റിനും കൂടെ ആർട്ടിസ്റ്റിനും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്കൊരു പാട്ട് ചെയ്താൽ ആ പാട്ട് സാധാരണക്കാരിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ തന്നെയുണ്ട്. ഈ പറയുന്നത് പോലെ സ്പോട്ടിഫൈ, ആപ്പിൾ ടൂൺസ് അതുപോലുള്ള ഒരു വലിയ ഒരു പരിപാടി തന്നെയുണ്ട്. അപ്പം ഇനി ഇതേപോലെ കരുനാഗപ്പള്ളിയിൽ ആസ്പയറിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഈ പാട്ട് ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആക്ച്വലി നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയിരുന്നു ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അജയ് ഘോഷ് പള്ളിശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ദുബായിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ബാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ശരിക്കും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ബാക്ക് ചെയ്യുമ്പോൾ അതിന് ശരിക്കും ടെക്നിക്കലി അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഇതൊരു സ്പോട്ടിഫൈയിലൊക്കെ പോയി ഇതൊന്ന് ഹിറ്റായി ഈ പാട്ട് ആളുകൾ കേട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ റിട്ടേൺസ് വരുന്നത്. അപ്പോൾ പക്ഷേ എന്നാലും പുള്ളി ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി ആ ഒരു വിഷന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളി ട്രൈ ഔട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന് കിട്ടിയതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും പടം കരുനാഗപ്പള്ളിന്റെ ഒരു ഫോട്ടോ മാത്രം വെക്കേണ്ടി വന്നത്. പുള്ളി കിട്ടിയാണ്ട് ഏത് ലെവലിൽ ആ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷെ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയതാണ് അത് ഏറ്റവും വലിയ പ്ലസ് കാര്യം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ ഒരു പാട്ട് 2018 എഴുതിയതാ.
ശേഷം ഇത്ര വർഷമായപ്പോ നമ്മുടെ കരുനാഗപ്പള്ളി ആകെ മാറി അല്ലേ? അതെ അതെ അതെ. ഒരുപാട് വഴിയൊന്നും മാറ്റം മാറ്റേണ്ടി വന്നില്ല. വഴിയൊന്നും മാറ്റേണ്ടതല്ല, ബിക്കോസ് അത് കരുനാഗപ്പള്ളിയുടെ കോറായിരുന്നു. അതെ, കരുനാഗപ്പള്ളി എത്ര നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ സ്വഭാവം മാറിയിട്ടില്ല. ആൾക്കാരുടെ സ്വഭാവം മാറിയിട്ട് അതുകൊണ്ട് വരിയൊന്നും മാറ്റിയിട്ട് വന്നില്ല. പക്ഷെ അതിന്റെ ഉടുപ്പൊന്നും മാറ്റുന്നത് നമുക്ക് ഓർക്കസ്ട്രേഷൻ ഒക്കെ നേരത്തെ ചെയ്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ കാലഘട്ടത്തിന്റെ ഒരു സിനിമാറ്റിക് സൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ 4K റീ റിലീസ് ചെയ്യുന്നത് പറയുന്ന പോലെ അങ്ങനെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സ്ട്രക്ചറെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ കരുനാഗപ്പള്ളി നമ്മളൊക്കെ കണ്ടതിൽ കൂടുതൽ കണ്ട ഒരാളാണ് ബിനിച്ചേട്ടൻ അല്ലേ? കുറെ വർഷമായി. എന്റെ പ്രായം പറയാനായിരിക്കും. എന്ത് മാറ്റം കരുനാഗപ്പള്ളിക്ക് വന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് ഞാനിപ്പോഴും പറയുന്നത് വ്യത്യാസം കൂടുതൽ. ഞങ്ങൾ ആ വൈകുന്നേരത്തെ ഒരു ഗെറ്റ് ടുഗദർ എന്നിട്ട് ഒരു കൂട്ടായ്മയുടെ നിൽക്കുമ്പോൾ അവിടെ പോകുന്ന 100 പേരിൽ 98 പേര് നമുക്ക് പരിചയമുള്ള മുഖങ്ങളായിരിക്കും. ഇപ്പൊ പക്ഷേ നമുക്ക് കഷ്ടിച്ച് 2 പേരെ പരിചയമുണ്ടെങ്കിലായി. ബാക്കി 98 പേര് നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. എങ്കിലും നമ്മുടെ പഴയ ചില എന്തായാലും പറയണ ചില ഹബ്ബുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ നമുക്കെപ്പോഴും അഭിമാനത്തോടെ പറയാം കരുനാഗപ്പള്ളി എവിടെ എത്തി എന്നുള്ള അഭിമാനം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ വളരെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം പോലില്ല. ബസ് സ്റ്റാൻഡ് വരുന്നത് വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ ഒരു KSRTC ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. നമ്മുടെ സിവിൽ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു അന്നത്തെ ബസ് സ്റ്റാൻഡ്. അതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിൽ KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. അന്ന് കരുനാഗപ്പള്ളിയിലെ ഒരു വ്യത്യാസം കൂടെ എനിക്ക് ഫീൽ ചെയ്തു. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ കരോട്ടുമുക്ക് വേറൊരു സ്ഥലമാണ്, ലാലാജി ജംഗ്ഷൻ വേറൊരു സ്ഥലമായിരുന്നു, ബസ് സ്റ്റാൻഡ് വേറൊരു സ്ഥലമായിരുന്നു, സിവിൽ സ്റ്റേഷൻ വേറൊരു സ്ഥലമായിരുന്നു, പുതിയാവെന്ന് പറഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു, പുത്തൻപിരി എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയുടെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ വവ്വാക്കം. ഇപ്പോൾ അങ്ങനെയല്ല. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽ ഒറ്റ സ്ട്രെച്ചില്. അപ്പൊ അത് കരുനാഗപ്പള്ളിയാന്നേ പറയത്തുള്ളൂ. ഒരു കുറ്റിയോട്ടം വരെ ഉള്ളവർ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞു തുടങ്ങി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഈ പറഞ്ഞ ഞാൻ പുതിയാവിലാണ് അല്ലെങ്കിൽ പുത്തൻതെരുവിലാണ് താമസിക്കുന്നത്, പുറത്തുനിന്ന്. ഇപ്പോൾ പുറത്തൊരാളെന്ന് പറയുന്നത് ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്. അതൊരു വലിയ വ്യത്യാസമാണ് അത്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി സിനിമ കാണാൻ വരുമ്പോൾ ആദ്യം അതായത് നമ്മൾ പുറത്തൊക്കെ പോയി സിനിമ കാണുമ്പോൾ ഒരു മോൾ സംസ്കാരം ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും കാർണിവൽ വന്നിട്ട് HNJ മോളിൽ 2-3 സ്ക്രീൻസ് വന്നതാണ് ഭയങ്കര. ഇവരുടെ ഒരു പാഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളി ഡെവലപ്മെന്റ്. അപ്പൊ അവിടെ ആക്ച്വലി അതായത് പണ്ടാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ പോകേണ്ടി വരും, ധന്യയിൽ രമ്യയിലോ പോകേണ്ടി വരും കൊല്ലത്ത്. പക്ഷെ കരുനാഗപ്പള്ളി അവിടെ വന്നതിന് ശേഷം ജംഗിൾ ബുക്ക്, മാഡ് മാക്സ് ഫ്യൂറി ഒക്കെ ഇവിടെ ആക്ച്വലി കരുനാഗപ്പള്ളി കാർണിവലിൽ റിലീസ് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞ് കാർണിവലിന്റെ കാലം പോകെ അതിന്റെ കുറച്ച് ക്വാളിറ്റി താന്ന് വന്നപ്പോൾ കൃഷ്ണ തിയേറ്റർ ഗംഭീരമാക്കി. ഇപ്പൊ നമ്മളിപ്പോ അവിടെയാണ്. അപ്പൊ അതുപോലെ ബാക്കി 2 തിയേറ്ററോട് എത്രയും വേഗം വൃത്തിയാക്കണം. എടുക്കുന്നത് ഇപ്പൊ ഇവര് എടുക്കുന്നതുണ്ട്. അതായത് ഒരു സാധനം വീഡിയോ ആണെങ്കിൽ അത്രയും ക്വാളിറ്റിയിൽ എടുത്തു വെക്കുന്നു. അതേ ക്വാളിറ്റി തന്നെ ആൾക്കാരെ കാണിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ വീഡിയോ ഓഡിയോ ആണെങ്കിലും അങ്ങനെ തന്നെ ശബ്ദവും അത് സത്യമായിട്ട്. അതായത് ശരിക്കും ദാവീദ് ഞാൻ ഷൂട്ട് ചെയ്ത റെസല്യൂഷൻ ഓക്കെ ഫൈൻ, അത് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത ക്വാളിറ്റിയിൽ ഞാൻ 4-5 തിയേറ്ററിൽ ഞാൻ കേരളത്തിൽ സിനിമ കണ്ടു നോക്കിയായിരുന്നു. ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്ത ആ വിഷ്വല് നമ്മൾ കളർ ചെയ്ത വിഷ്വല് 2 തിയേറ്ററിലും കണ്ടാണ് കറക്റ്റായിട്ട് ആൾ കണ്ടത്. ഈവൻ സൗണ്ട് പോലും ദാവീദിൻ്റെ സൗണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 5-6 തിയേറ്ററുകളാണ്. കാരണം സൗണ്ടിങ്ങിൽ നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡിയിലൊക്കെ. പക്ഷെ അത് പല തിയേറ്ററുകൾക്കും കിട്ടിയിട്ടില്ല. ചില സൗണ്ടൊന്നും കേട്ടില്ല, ചില ഡയലോഗ് വന്നില്ല പുറത്ത്. അതാണ് അയ്യോ ആ ഡയലോഗ് എവിടെ പോയി, ഡയലോഗ് കിട്ടിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ കരുനാഗപ്പള്ളി തിയേറ്ററെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ അല്ലേ സിനിമ കാണുന്നത്. ഇവിടെ സിനിമ കാണാൻ നമുക്കും ഇഷ്ടം. അത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മൾ ഏത് കാലത്ത് തുടങ്ങിയതാണ്. നമ്മൾ നരനൊക്കെ വന്ന് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് വന്ന് കണ്ട് കൃഷ്ണയെ കണ്ട ഫോർ ദ പീപ്പിളൊക്കെ കണ്ട നമ്മൾ ഇവിടെ അല്ലേ കണ്ട തരംഗത്തിൽ കണ്ട. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ. അതെ. നമ്മൾ ആക്ച്വലി ഹോം ടൗൺ എന്ന് പറയുന്ന ഫീൽ അവിടെയല്ലേ തരുന്നത്. നമ്മുടെ എന്റർടൈൻമെന്റ് ഇവിടെയല്ലേ. തീർച്ചയായിട്ടും. ശരിക്കും നിങ്ങൾ രണ്ടുപേരും നോക്കി കാണുന്നത് സിനിമയുടെ കണ്ണിലൂടെ കരുനാഗപ്പള്ളിയെ നോക്കി കാണുന്നത് അല്ലേ? ബിനിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു ഫീലിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അല്ല, ഞാന് സ്ഥലങ്ങളെല്ലാം ഓർത്ത് വെക്കുന്നത് അങ്ങനെയാണ്. അവിടെ മറ്റേ ബേക്കറി ഉണ്ട്, ഇവിടെ മറ്റേ ഹോട്ടലുണ്ട്. അതാകുമ്പോ വേഗം ഓർക്കും. ഞാൻ വേഗം ഓർക്കും. നമ്മള് സിനിമ വെച്ചാ സിനിമ നമ്മുടെ കൂടെ ആരൊക്കെയായിരുന്നു കാണാൻ. അതിപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ
വെച്ചിട്ടില്ലേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇതിപ്പം എന്നത്തേക്കാണ് ഈ ഒരു പാട്ട്? 14-ാം തീയതി ആക്ച്വലി നമ്മൾ പാട്ട് നമ്മൾ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനോടൊപ്പം തന്നെ യൂട്യൂബ് റിലീസ് ഉണ്ടാവും. ഈ പറഞ്ഞുകൊണ്ട് പാട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 2-3 ബിഗർ ആളുകളെ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തിങ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അവരെ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. സൈന മ്യൂസിക്കിനെയും പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. 24/7നെയും പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പറയുന്ന പോലെ ഇത് വൈഡർ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പാട്ട് കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തുടക്കമാണ്. ഇവിടുത്തെ ഏതൊരാൾക്കും അയാളുടെ ഒരു അവരുടെ അതായത് ഒരു മ്യൂസീഷ്യൻ, ലിറിസിസ്റ്റ്, സിംഗറും ഉണ്ടെങ്കിൽ അവർക്ക് സീരിയസ്ലി അവർക്കൊരു വരുമാന മാർഗം തന്നെ ആയിരിക്കും. അവരുടെ ഒരു കണ്ടന്റ് അവിടെ കിടക്കും, അതിങ്ങനെ പൈസ വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഭയങ്കര ഒരു നല്ല കണ്ടന്റ് മാർഗ്ഗമാണ്. അപ്പോൾ ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളെല്ലാവരും കൂടി ഒരു പുതിയ മാർഗം കൂടിയാണ് നമ്മളെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അല്ല, അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം മാൽ ഫങ്ഷൻ എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെ ചെയ്യുന്നവരുണ്ട് പുറത്ത്. പക്ഷെ നമ്മൾ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലെ ഏരിയയിൽ നിന്ന് വളരെ പേഴ്സണൽ ആയിട്ടൊരു സ്പേസിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ വരവോടെ അത് ആയി. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ പ്രൊഫഷണൽ അപ്രോച്ചാണ്. അതായത് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് പ്രൊഫഷണൽ വേയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ സോ കോൾഡ് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിൽ പ്രൊഫഷണൽ വേയിൽ ഇതാണ് ഇതിൻ്റെ പ്രൊഫഷണൽ വേ. നമുക്കൊരു മെയിൽ അയച്ചാൽ ഇവരെയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ. അത് നമ്മൾ ഇതിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് വിജയിച്ചാൽ ഇതുപോലുള്ള ഇനിയും സോങ്സ് നമ്മൾ ചെയ്യും, പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ചെയ്യും. ഇത് വിജയിപ്പിക്കണം, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു വലിയ ഹിറ്റ് ആക്കണം, എന്നാലേ അടുത്ത പാട്ട് ചെയ്യാൻ പറ്റും. അത് സംശയമുണ്ടോ? കാരണം നമ്മൾ കരുനാഗപ്പള്ളിക്കാർ എവിടെ പോയാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ്. വിളിച്ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കരുനാഗപ്പള്ളിക്കാരൻ കാണുമ്പോൾ എന്താ ഒരു ആശ്വാസം. ഒരു മലയാളിയെ കാണുന്നു, അതേ പറയാം. KL23 കാണുമ്പോഴേ നാട്ടിൽ പോയാലും KL23 കാണുമ്പോൾ ഒരു വല്ലാത്ത ഈ അടുത്തിടയ്ക്ക് ഞാൻ എവിടെ പോയപ്പോൾ ഒരാളെടുത്ത് ചോദിച്ചായിരുന്നു കരുനാഗപ്പള്ളിയുടെ വീട്. ഞാൻ പറഞ്ഞു ശരിക്കും ഇവിടെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായത്, വണ്ടി കണ്ടോ മനസ്സിലായി. പുള്ളിയും കരുനാഗപ്പള്ളിയായിരുന്നു. അതാ ആ ഒരു സന്തോഷമാണ്. അപ്പോൾ പിന്നെ തീർച്ചയായും കരുനാഗപ്പള്ളിക്കാർ അത് ഏറ്റെടുക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ആ ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അത് സ്റ്റാറ്റസ് ആക്കിയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇറങ്ങുമ്പോൾ എന്തായാലും അതിനേക്കാൾ ഒരുപാട് മികച്ച ഒരു പ്രതികരണം തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് റിജോ ചേട്ടൻ, ഗോവിന്ദ് വിഷ്ണു, ബിനു ചേട്ടൻ, ദീപു ചേട്ടൻ, ഇവരെല്ലാവരും നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പാട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ ആ പാട്ടിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. താങ്ക് യു.